ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങളും അത് ഹോമിയോ ചികിത്സയിലൂടെ എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചുമാണ്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ബാലചന്ദ്രൻ നായർ, ഹോമിയോപ്പതിക് ഡോക്ടർ. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഡോക്ടർ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ശ്വാസകോശ രോഗങ്ങൾ, അത് മാത്രമല്ല എപ്പോഴും ചുമ വരിക, എപ്പോഴും ജലദോഷം വരിക, കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയ്ക്കുന്ന രീതിയിൽ തന്നെ ഈ വക അസുഖങ്ങൾ ഇപ്പോൾ കാണാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്കവാറും കുഞ്ഞു കുട്ടികളിൽ കാണാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അത് മാത്രമല്ല, ഇതിലെങ്ങനെയാണ് ചികിത്സ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? അതായത് കുട്ടികളിൽ നമ്മൾ ധാരാളം കാണുന്നതൊരു രോഗാവസ്ഥ എന്ന് പറയുന്നത് ആവർത്തിച്ചാവർത്തിച്ച് കുട്ടികളിലുണ്ടാകുന്ന ജലദോഷം, തുമ്മൽ, ചുമ, കഫം, പനി, ശ്വാസം മുട്ടൽ, അതൊരു അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇടയിൽ അത് വ്യാപകമായി ധാരാളം കാണുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ. അപ്പോൾ അതിന് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികളിൽ ഇത് ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകുന്നു. ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതൽ ഇത് കാണുന്നത്. കൊച്ചുകുട്ടികളിലും ധാരാളം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളിലാണ് ഇത് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമുക്കറിയാം, ഒരു വൈറൽ ഇൻഫെക്ഷൻസാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അത് സ്കൂളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന്, മറ്റു കുട്ടികളിൽ നിന്ന് ഇത് നമ്മുടെ കുട്ടിക്കും കിട്ടും. അപ്പോൾ അത് വരാതിരിക്കുന്നതിന് നമ്മളെല്ലാ മാതാപിതാക്കളും പാലിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിക്ക് ചുമയോ ജലദോഷമോ തുമ്മലോ കഫമോ ഉണ്ടായാൽ അത് പൂർണ്ണമായും മാറിയിട്ടേ ആ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാവൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് 2 ദിവസത്തെ മരുന്ന് കൊടുക്കുക, ആ മരുന്ന് കൊടുത്തിട്ട് കുട്ടിയെ സ്കൂളിൽ അയക്കുക. കാരണം സ്കൂളിലുള്ള പോർഷൻസൊക്കെ വിട്ടുപോകാതിരിക്കാനും ജോലി ഉണ്ടാവും. അപ്പോൾ അവരെ വീട്ടിൽ നോക്കാൻ പ്രയാസം വരും. അതൊരു കാരണം. പിന്നെ ഈ പറയുന്ന പോലെ സ്കൂളിലെ പോർഷൻസൊക്കെ കവർ ചെയ്യണമെന്നുള്ളതുകൊണ്ടും അത് ശരിയാണ്, ജോലിയുള്ളത് ഒരു വലിയ കാരണമാണ്. അപ്പോൾ ഇത് ആവർത്തിച്ച് ഉണ്ടാകാതിരിക്കുന്നതിന് നമ്മൾ പാലിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. അപ്പം നമുക്കതിനകത്ത് പ്രധാന കാരണമെന്ന് പറയുന്നത് പാരമ്പര്യം ഒരു ഫാക്ടറാണ്. ഇപ്പം കുടുംബത്തിൽ ഇതുപോലെ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ കുടുംബത്തിൽ ഇതുണ്ടെങ്കിൽ, ഇത്തരം രോഗാവസ്ഥകൾ, പ്രത്യേകിച്ച് ശ്വാസകോശ രോഗങ്ങളുണ്ടെങ്കിൽ അത് കുട്ടികളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയും പോലെ നമ്മുടെ കുട്ടികളെല്ലാം ഒന്നിച്ചു കൂടുന്ന അവസരങ്ങളിൽ, പ്രത്യേകിച്ച് സ്കൂളിൽ, അതുപോലെ തന്നെ ചില നമ്മുടെ കല്യാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ കൂടുന്നിടത്ത് അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പിന്നെന്നുള്ളതെന്ന് പറയുന്നത് ആഹാരം. കുട്ടികളുടെ ആഹാരം ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. പിന്നൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള നമ്മുടെ പൊടിപടലങ്ങളും മറ്റു കാര്യങ്ങളും ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. പിന്നെ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കുട്ടിയുടെ പ്രതിരോധ ശേഷി കുറയുക എന്നുള്ളത്. അപ്പോൾ ഈ പ്രതിരോധ ശേഷി കുറയുന്നതിന് അതും ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ ചില വീടുകളിൽ പ്രാവിനെ വളർത്തും, അല്ലെങ്കിൽ ലവ് ബേർഡ്സിനെ വളർത്തും, അല്ലെങ്കിൽ പട്ടി, പൂച്ച, ഇങ്ങനെയൊക്കെയുള്ള പെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം പെറ്റ്സിൽ നിന്നും ഇതുപോലെ തന്നെ അലർജി ഉണ്ടാകാം. അപ്പോൾ പ്രധാന കാരണമെന്ന് പറയുന്നത് അലർജി തന്നെയാണ്. അപ്പോൾ ഈ അലർജി ആഹാരത്തിൽ നിന്നുള്ള അലർജി ആകാം, പൊടിപടലങ്ങളിൽ നിന്നുള്ള അലർജി ആവാം, ഈ പറയുന്നുള്ള പെറ്റ്സിൻ്റെ അലർജി ആകാം, മറ്റ് എൻവയോൺമെൻറ്റിൽ പാരിസ്ഥിതികമായി വരുന്ന പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മുക്തി നേടണമെങ്കിൽ ഈ വക കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എത്രത്തോളം മാറി നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടിയെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളിടത്താണ് നമുക്കിതിൻ്റെ വിജയം നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും നമുക്കിപ്പോൾ പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശേഷി കുറവാണ്. അപ്പോൾ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ധാരാളം പരസ്യങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് അത് വാങ്ങിക്കൊടുത്താൽ ഇത് വാങ്ങിക്കൊടുത്താൽ പിന്നെ പ്രകൃതിദത്തമായ ആഹാര സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ധാരാളം പരസ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം പരസ്യങ്ങളിലുള്ള ആഹാര സാധനങ്ങളോ അല്ലെങ്കിൽ പരസ്യങ്ങളിൽ കാണുന്ന മരുന്നുകളോ ഒരിക്കലും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ഒരിക്കലും അത് ചെയ്യരുത്. മാത്രമല്ല, പിന്നെ നമ്മളിപ്പോൾ കുട്ടികളുടെ ആഹാര രീതി ഒരു വലിയ ഘടകമാണ്. ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സാധാരണ എൻ്റെ അടുത്ത് വരുന്ന മാതാപിതാക്കളോട് പറയാറുള്ളത്, ആഹാര നിയന്ത്രണം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ആഹാര നിയന്ത്രണത്തിൽ ഞാൻ അവരോട് പറയുന്നത്,
ധാരാളം എണ്ണ ചേർന്ന ആഹാര സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണയിൽ വറുത്തത് പൊരിച്ചതായിട്ടുള്ള ആഹാര സാധനങ്ങൾ എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രയും ഒഴിവാക്കുക. തണുത്ത ആഹാര സാധനങ്ങൾ, ഐസ്ക്രീം, കോൾഡ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ചിലതരം ഫ്രൂട്ട്സ്, അപ്പോൾ ചില ഫ്രൂട്ട്സ് ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗ്രേപ്സും ഓറഞ്ചും ഒക്കെ ചില കുട്ടികളിൽ അലർജി ഉണ്ടാക്കാറുണ്ട്. മറ്റു ഫ്രൂട്ട്സും ചിലപ്പോൾ അലർജി ഉണ്ടാക്കാം. എന്നാലും കോമൺലി കാണുന്ന ഗ്രേപ്സും ഓറഞ്ചും ഒഴിവാക്കാൻ പറയാറുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുള്ളത് ഒരുപാട് മധുരം അത് ഒഴിവാക്കാൻ പറയാറുള്ളത്. കൊക്കോ ചേർന്ന ചോക്ലേറ്റ്സ് ഒഴിവാക്കാൻ പറയാറുണ്ട്. ചില കുട്ടികളിൽ ഈ കടല, പയർ, അല്ല ഈ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അമിതമായി കൊടുക്കുന്നവരുണ്ട്. അത് കാരണമെന്ന് പറഞ്ഞാൽ നോൺ വെജ് കൊടുക്കാത്ത അല്ലെങ്കിൽ കഴിക്കാത്ത കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് അവർ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഫാമിലീസ് അവർ ഈ സാധനങ്ങൾ കൂടുതൽ കുട്ടിക്ക് കൊടുക്കും. അതും അലർജി ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയാണ്. പിന്നെ കുട്ടികളിൽ ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറയാറുള്ളൊരു കാര്യം എണ്ണ തേച്ചുള്ള കുളി. എണ്ണ തേച്ച് കുളിപ്പിക്കരുതെന്ന് പറയാറുണ്ട്. അത് എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതിന് എന്താണ് കാരണം എന്ന് വെച്ചാൽ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന കുട്ടികളിൽ ഈ ജലദോഷം വരുന്നതിനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ളതാണ്. അതിനൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്റ്റഡീസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ എണ്ണ ഒഴിവാക്കി കുളിക്കുമ്പോൾ അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇത് പെർഫ്യൂം, പൗഡർ, സ്പ്രേ ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ കൊതുക് തിരി, നമുക്കറിയാതെ പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ കൊതുകിനെ ഒഴിവാക്കാനായിട്ടുള്ള കൊതുക് തിരിയും കത്തിക്കും, കൊതുകിൻ്റെ ലിക്വിഡും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ കൊതുക് തിരി, കൊതുക് ലിക്വിഡ്, അതുപോലെയുള്ള ഇൻസെക്ട്സിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ചാമ്പ്രാണിത്തിരി. അപ്പം നമ്മൾ ഈ ചാമ്പ്രാണിത്തിരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ സാമ്പ്രാണിത്തിരി പോലും പല കെമിക്കൽ കണ്ടൻ്റുള്ള സാധനങ്ങളാണ്, നാച്ചുറലായിട്ടുള്ള സാധനങ്ങളല്ല അതിലുള്ളത്. ഈവൻ കൺമഷി അതുപോലെയുള്ള കാര്യങ്ങളിൽ പോലും കെമിക്കൽ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറയാറുണ്ട്. കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഞാൻ ഈ പറഞ്ഞതല്ലാത്ത പല ആഹാര സാധനങ്ങളും അലർജിക്കായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ കോഴി ഇറച്ചി അലർജിയുള്ള കുട്ടികളുണ്ട്, മട്ടൺ അലർജി, റെഡ് മീറ്റ് അലർജിയുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആഹാര സാധനങ്ങൾ. അപ്പം നമ്മൾ അതുപോലെ ഷെൽ ഫിഷുകൾ, നമ്മളിപ്പോൾ ഈ ചിപ്പി, ഞണ്ട്, കൊഞ്ച് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ അലർജിക്കായിട്ടുള്ളതുണ്ട്. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ അലർജി തോന്നിയില്ലെങ്കിലും അടുത്ത ദിവസം തുമ്മലും ജലദോഷം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ പാരമ്പര്യമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ശ്വാസകോശ രോഗങ്ങളെല്ലാം പാരമ്പര്യമായി വരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ എങ്ങനെയായിരിക്കും പാരമ്പര്യ രോഗം നമുക്ക് എങ്ങനെ? പാരമ്പര്യ രോഗത്തെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉള്ള കുട്ടിയുടെ ആ ഫാമിലി ടെൻഡൻസിയെ നമ്മൾ മനസ്സിൽ കാണണം. അപ്പോൾ ആ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ നമ്മൾ അതിനെ പ്രൊവോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ടെൻഡൻസി എങ്ങനെയും ഉണ്ടാവും, പക്ഷെ അത് എക്സിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് പെട്ടെന്ന് ഇത് ലക്ഷണങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ അലർജി റൈനൈറ്റിസും തുമ്മലും ജലദോഷവും ചുമയും ശ്വാസമുട്ടലുമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ എക്സൈറ്റ് ചെയ്യുന്ന കാരണങ്ങളാണ് നമ്മൾ ഈ ഒഴിവാക്കാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹോമിയോപ്പതി ചികിത്സയിൽ നമ്മളൊരു രോഗിക്ക് മരുന്നാണ് കൊടുക്കുന്നത്, നമ്മളൊരു രോഗാവസ്ഥയ്ക്കല്ല മരുന്ന് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 കുട്ടികളെ നമ്മളടുത്ത് ഒരേ രോഗാവസ്ഥയായിട്ട് കൊണ്ടുവന്നാൽ, ഒരേ രോഗലക്ഷണങ്ങളായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ 10 കുട്ടികളിലും നമ്മൾ വെവ്വേറെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥകളെ നമ്മൾ അസസ് ചെയ്യും. അപ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കധികം കിട്ടത്തില്ല, പക്ഷേ പേരൻസിൻ്റെ നമുക്ക് കിട്ടും. അപ്പോൾ പേരൻസിനോട് നമ്മൾ ചോദിക്കും, ഈ കുട്ടിക്ക് മധുരമാണോ കൂടുതൽ ഇഷ്ടം, എരി പുളി? അയ്യോ സാറേ, അവന് പുളി ഭയങ്കര ഇഷ്ടമാണ്, പുളിയുള്ള ആഹാര സാധനമാണ് അവന് ഇഷ്ടമുള്ളത്. അവന് കുളിക്കാൻ യാതൊരു ഇഷ്ടവുമില്ല, അവന് കുളിക്കേയില്ല, നിർബന്ധിച്ച് അടിച്ചാണ് ഞങ്ങൾ കുളിപ്പിക്കാറുള്ളത്. എത്ര ചൂടായാലും അവൻ പുതച്ചേ കിടക്കുകയുള്ളൂ, എത്ര തണുപ്പായാലും അവൻ പുതച്ച് കിടക്കാറില്ല. അതുപോലെ തന്നെ അവൻ ഉറങ്ങുമ്പോൾ എപ്പോഴും കമിഴ്ന്ന് കിടന്നാണ് ഉറങ്ങുന്നത്. കമിഴ്ന്ന് കിടന്ന് മാത്രമല്ല, അവൻ്റെ ചന്തിയുടെ ഭാഗം പൊക്കി വെച്ച് തല താഴ്ത്തി വെച്ച് കിടക്കുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ തണുപ്പ് വന്നാൽ മതി, ഉടനെ തന്നെ അവന് ജലദോഷം. അപ്പം ഇങ്ങനെ വെവ്വേറെ ആയിട്ടുള്ള വ്യത്യസ്തമായ ധാരാളം ലക്ഷണങ്ങൾ ഈ കുട്ടികളിൽ ഉണ്ടാകും. അപ്പം നമ്മളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മളിത് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയും അവന് മധുരം ഇഷ്ടമേ അല്ല, എരിയും പുളിയാണ് ഇഷ്ടം. ചില കുട്ടികൾക്ക് മധുരം മാത്രം മതിയായിരിക്കും. അപ്പം അതെല്ലാം അവൻ്റെ ഒരു ഇൻഡിവിഡ്വാലിറ്റിയാണ്, അല്ലെങ്കിൽ അവൻ്റെ ഇൻഡിവിഡ്വൽ പ്രത്യേകതകളാണ്. ആ പ്രത്യേകതകളെ പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ
ഹോമിയോപ്പതിയിൽ മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ അത്തരം പ്രത്യേകതകളുള്ള കുട്ടികളെ അവരെ അനലൈസ് ചെയ്തിട്ട് അപ്പോൾ ആ ടെൻഡൻസീസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കുട്ടിക്ക് രോഗപ്രതിരോധത്തിന് അതല്ലെങ്കിൽ റെക്കറൻസ്, നമ്മുടെ വിഷയം അതാണല്ലോ, ആവർത്തിച്ച് ഈ രോഗാവസ്ഥകൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ കൊടുക്കുകയും അതിൻ്റെ ആ മരുന്നുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ആഹാര നിയന്ത്രണവും അവരെ കുളിപ്പിക്കുന്ന കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും നമ്മൾ തന്നെ നമ്മുടെ ഇപ്പോൾ കുട്ടികളെ കിടത്തുന്ന റൂമിൽ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമുക്ക് പഴയ വീടുകളിലെല്ലാം നമ്മുടെ സൺഷെയ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ പഴയ സാധനങ്ങളെല്ലാം നമ്മൾ അടുക്കി പറക്കി വച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കട്ടിൽ, മെത്ത, തലയണ ഉറ ഇതൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. പ്രത്യേകിച്ച് മെത്തയൊന്നും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ടാകാം, പഴയ പേപ്പർ, പഴയ തുണി, പഴയ സാധനങ്ങൾ ഇത് വച്ചിരിക്കുന്നത് അത് പോയി എടുക്കുകയാണെങ്കിൽ അപ്പം തുമ്മുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് അലർജിക് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് പ്രൊവോക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം.